നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ ഒരു എക്സ്പീരിയൻസ്? സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ധാരണയില്ലായിരുന്നു, ഈ മൂവിയെക്കുറിച്ച്. ശരിക്കും ഇപ്പോഴും എൻ്റെ ആ ഒരു പാർട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളും എല്ലാവരെയും പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ ഇത് കാണാൻ വേണ്ടി. എന്തായിരുന്നു പ്രോമിനന്റ് റോൾ ആയിരുന്നു? എങ്ങനെയുണ്ട്? അതെ, ഇതിനകത്ത് പ്രിൻസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് ഹീറോ. പുള്ളിയുടെ ഫ്രണ്ടായിട്ടാണ് ഞാൻ. അപ്പം നമ്മളാണ് ഇതിൻ്റെ കഥയുടെ കൂടുതൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഓടിക്കുന്നത്. അപ്പം പ്രിൻസും ഉണ്ട്, പക്ഷേ നമ്മളാണ് അതിൻ്റെ അകത്ത് കൂടുതൽ പ്രിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അതെ 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 അതെ. നല്ല ഫെമിലിയർ ഫേസ് സീരിയലിൽ നിന്ന്. അതെ, ഞാനൊരു ശരിക്കും ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് വരെ ഞാൻ സീരിയൽ ഒരു 2 വർഷം കണ്ടിന്യൂസ് ഒരു 5 സീരിയൽ ചെയ്തിരുന്നു. എല്ലാത്തിലും സിനിമയിലേക്ക് അങ്ങനെയും പറയാം. ശരിക്കും സീരിയലിലെല്ലാം എനിക്ക് ഒരേ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 5 സീരിയൽ ഏതെങ്കിലും ഇതിലെല്ലാം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മൂവിയിലാണ് ഒരു അത്യാവശ്യം ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്ന് കിട്ടിയത് ഈ ഒരു മൂവി തന്നെയാണ്. രണ്ട് തലം. അതില് സീരിയല് ചെയ്തേക്കുന്ന മുഴുവനും നെഗറ്റീവ് റോൾസ്. ഇതിൽ വന്നപ്പോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമില്ല. ശരിക്കും ഞാൻ ഇതിനു മുമ്പും കുറച്ച് മൂവീസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ബ്രേക്കപ്പ് ആണ് ഈ മൂവിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതെ അതെ. ആദ്യമായിട്ട് ചെയ്ത ഫിലിം ഏതായിരുന്നു? ആദ്യം ഞാൻ ഫസ്റ്റ് ചെയ്തത് തല്ലുമാല എന്ന് പറഞ്ഞ ടൊവിനോയുടെ മൂവിയിലായിരുന്നു. അത് ശരിക്കും ഈ ഒരു ഫേസോ ഞാൻ എന്താണെന്നുള്ളതായിരിക്കില്ല അതിൽ കാണുന്നത്. അതായത് ടൊവിനോയുടെ ഗ്യാങ്ങിലല്ല, കല്യാണി പ്രിയദർശന്റെ ഫാദറിന്റെ ഫ്രണ്ടായിട്ടാണ്. അതായത് ഒരു അറബിക് ലുക്കാണ്. അപ്പം ശരിക്കും നമ്മളെ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഈ മൂവിയിലൂടെ ആയിരിക്കും. പിന്നെ ഇപ്പൊ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ വാഴ 2 ഇല്ലേ, അതില് ഞാൻ ശരിക്കും കുറച്ച് അതിന്റെ ഫുൾ ഷൂട്ടിലും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിലും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് അതെ അതെ അതെ, ഇതിലാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മൂവി എന്ന് പറയുന്നത് ഈ ഡാർക്ക് ട്രാക്കിംഗ് ആണ്. ഇതില് നന്നായി ചെയ്തു എന്നാണ് നമ്മുടെ ഇത്. പിന്നെ നമുക്ക് കൂളായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ. അതെ, നമുക്കിപ്പോൾ ശ്രീകുമാർ സാറ് ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് അതിനൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഔട്ടായിട്ട് കൊടുക്കാം. അത് തെറ്റാണ് എന്ന് കണ്ടാൽ ആൾ പറയുകയും ചെയ്യും, നമ്മളത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു പരിധിവരെയൊക്കെ ചെയ്തു എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ നല്ല സപ്പോർട്ടീവ് ആണ്. നല്ല സപ്പോർട്ട്, ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്കൊരു എന്താണ് ഒരു മൂവിയുടെ ഒരു ഇതിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു സംഭവം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സ്പേസ് തന്നു, ഇതാണ് സിറ്റുവേഷൻ. പിന്നെ സാറിൻ്റെ ഒരു ഇതുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. വലിയ ക്രൂസിന്റെ കൂടെ ഒക്കെ നമ്മൾ ചെയ്തതല്ലേ, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ശരിക്കും അതില് നമ്മളൊരു ശ്വാസം എയർ പിടിച്ച് നിന്ന് ചെയ്യണം. കാരണം എവിടെ എങ്ങനെ വലിയ വലിയ താരനിരകളുടെ അല്ല, അങ്ങനെ പോയാൽ അങ്ങനെ നമ്മളൊരു വലിയ ഒരു ഇതില് ഇപ്പോഴും ലാസ്റ്റ് ഞാനിപ്പോൾ ചെയ്തത് മമ്മൂക്കാൻ്റെ കൂടെയൊക്കെ ഉള്ള സീൻസ് ചെയ്തത്. പക്ഷെ ആ സമയത്തും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. ശരിക്കും നമ്മൾ ആ സമയത്ത് വേറെ ആരെയും നമ്മൾ നോക്കണില്ല, മമ്മൂക്കാൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗ്യം. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഒരു ആഡ് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ വന്നിട്ട് അവരെയൊക്കെ അടുത്ത് കാണാനും അവരെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും മമ്മൂക്കാനാണ് ലാലേട്ടനാണ്, പിന്നെ നമുക്ക് വേറൊന്നും പക്ഷെ ഇവിടെ മൈൻഡിലേക്ക് വരില്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. ഒരു ഫ്രീഡം ഉണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറെ എന്താ പറയുന്നത് സജഷൻസ് പറയാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഫ്രീഡമായിട്ട് കൂളായിട്ട് ചെയ്തു. അതെ അതെ അതെ. ഇപ്പോ നമുക്ക് കൂടുതലും തെക്കാണ് നമ്മുടെ ഷൂട്ട് നടന്നേക്കുന്നത്. പത്തനംതിട്ട, ശാസ്താംകോട്ട അങ്ങനെയൊക്കെ നമ്മുടെ ഷൂട്ട് നടന്നത്. അപ്പോ അവിടത്തേക്കൊക്കെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്സ് അത്യാവശ്യം കുറച്ച് പേരെങ്കിലും ഫെമിലിയർ ഒക്കെ ആയിരിക്കുമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് സപ്പോർട്ട്സ്? അവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെ കൊണ്ട് നമുക്കൊരു യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു സ്പേസ് ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്രൗഡ് വരികയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. വളരെ കൂളായിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചു. അതെ അതെ. ഇതും റിസൾട്ട് വെയിറ്റിംഗ്. ഇത് മാത്രമല്ല, ഒരു പാരലായിട്ട് തന്നെ ഒരു സീരീസ് ആയിട്ട് തന്നെ പോരാനുണ്ട് വാഴ. ഇപ്പം ശരിക്കും കുറെ. പിന്നെ ഞാനൊരു തെലുങ്ക് മൂവി ചെയ്തിരുന്നു. അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. പവൻ കല്യാൺ എന്ന് പറയുന്ന ആക്ടറിന്റെ കൂടെ ചെയ്യാൻ പറ്റും. അതിലൊരു IAS ഓഫീസർ ആയിട്ടാണ്. പിന്നെ അങ്ങനെ കുറച്ച് 26th നമുക്ക് കുറെ സംഭവങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തു വെച്ചേക്കുന്ന ഒക്കെ റിസൾട്ട് വരണ ഇപ്പോഴായിരിക്കും. അതെ അതെ.
എന്തായാലും വളരെ വലിയ റിസൾട്ട് തന്നെ വരാൻ സാധിക്കട്ടെ. ഇതിനകത്ത് ആ നല്ലൊരു പോസിറ്റീവ് റോളും ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഒരുപാട് ഹൈപ്പിലേക്ക് തന്നെ പോകാൻ സാധിക്കട്ടെ. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഓക്കെ.